الحمد رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ മുദ്ദസിർ 31 മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر كلا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائلين وكنا نكذب بيوم الدين حتى أتانا اليقين. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യമാര്, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ സന്താനങ്ങൾ, അവരിലൊക്കെ ഉള്ള എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും അല്ലാഹു മാപ്പാക്കി തരുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മുദ്ദസിറാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ 2 ക്ലാസുകളിലായി നമ്മൾ വിശദീകരിച്ചു. 30 ആയത്തുകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന പ്രമുഖനായ സത്യനിഷേധികളിലെ വലിയ ചിന്തകൻ
വിശുദ്ധ ഖുർആനിൽ നിന്നും ഫുസ്സിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗം കേൾക്കുകയും 13 വചനങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സത്യം ബോധ്യം വരികയും ആ സത്യം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും വിശുദ്ധ ഖുർആൻ ഒരിക്കലും മനുഷ്യനിർമ്മിതമല്ല, അത് അള്ളാഹുവിൽ നിന്ന് ഉള്ളത് തന്നെയാണ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച അദ്ദേഹം അബൂജഹലിന്റെ നിർദ്ദേശപ്രകാരം ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി അത് തിരുത്തി പറഞ്ഞു. ഖുർആൻ മനുഷ്യനിർമ്മിതമാണ് എന്ന് തിരുത്തി പറഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് അദ്ദേഹത്തിനേക്ക് അല്ലാഹു തആല വഴി കാണിക്കുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് മഹാധിക്കാരം കാണിച്ച ആ ധിക്കാരിയെ അല്ലാഹു പറഞ്ഞു, സഉസ്ലീഹി സഖർ, ഞാൻ അവനെ സഖറിൽ കടത്തും. നരകത്തിന്റെ പേരാണ് സഖർ, ഏറ്റവും ചൂടേറിയ ഏരിയ. ആ നരകത്തിന് 19 മലക്കുകൾ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അലൈഹാ 19, ആ നരകത്തിന് 19 മലക്കുകൾ കാവലുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ഈ 19ന്റെ കണക്ക് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് അത് വലിയ പ്രശ്നം. എന്തുകൊണ്ട് അല്ലാഹു തആല നരകത്തിന് 19 മലക്കുകളെ കാവൽ നിർത്തി? എന്തേ ഒരു 19ന്റെ കണക്ക്? അത് എന്തുകൊണ്ട് 20 ആക്കിയില്ല, 50 ആക്കിയില്ല, 100 ഒരു പൂർണ്ണസംഖ്യ അങ്ങനെ ആക്കിയില്ല, അല്ലെങ്കിൽ 10ൽ ചുരുക്കിയില്ല, അല്ലെങ്കിൽ 15ൽ നിർത്തിയില്ല? ഈ 19 എന്താ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അതിന്റെ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഒരു കാര്യം പറയുമ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. 19 ഒരുപാട് ഹിക്മത്ത് ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണുള്ളത്. നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളും 19 ആണ്. ഈ 19 മലക്കുകളുടെ അരികെ, കാവൽ നിൽക്കുന്ന മലക്കുകളുടെ അരികെ സ്ഥാനം പിടിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും തുടങ്ങുമ്പോഴും ബിസ്മിയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണോ അയാൾക്കൊന്നും പേടിക്കാനില്ല. ഈ 19 അക്ഷരങ്ങൾ അയാളെ രക്ഷയ്ക്ക് വേണ്ടി വരുമെന്നാണ്. ഇത് വളരെ കൃത്യമാണ്. നരകത്തിന്റെ ആ കാവൽ നിൽക്കുന്ന 19 മലക്കുകളുടെ എണ്ണം അനുസരിച്ച് അല്ലാഹു തആല ബിസ്മിയിൽ അക്ഷരങ്ങൾ ഘടിപ്പിച്ചു. പിന്നെ 19 മലക്കുകൾ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു, ആ മലക്കുകൾക്ക് അല്ലാഹു തആല അപാരമായ കഴിവാണ് നൽകിയിട്ടുള്ളത്, വലിയ കഴിവാണ് നൽകിയിട്ടുള്ളത്. 19 വേണമെന്നില്ല, ഒരൊറ്റ മലക്കുണ്ടായാൽ തന്നെ മതി. നമ്മൾ ഇന്ന് കാവൽ നിൽക്കുന്ന മനുഷ്യരെ പോലെ ഒരിക്കലും മലക്കുകൾ കരുതാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല 19 മലക്കുകൾ എന്തിനാണ്? അത് അല്ലാഹു തുടർന്ന് അടുത്ത ആയത്തിൽ 31ാമത്തെ ആയത്തിലൂടെ ആ കാര്യം അല്ലാഹു ബോധ്യപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക. നരകത്തിന്റെ കാവലായിട്ട് മലക്കുകളെ മാത്രമാണ് നാം സംവിധാനിച്ചത്. നരകത്തിന് കാവലായിട്ട് നാം ആക്കിയത് മലക്കുകളെ മാത്രമാകുന്നു. വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ. അവരുടെ ആ എണ്ണം 19 എന്ന എണ്ണത്തെ നാം സംവിധാനിച്ചത് സത്യനിഷേധികൾക്ക് അതൊരു പരീക്ഷണമായിട്ടാണ്. ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ്. വേദം നൽകപ്പെട്ട ആളുകൾ കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുമാണ്.
വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയുമാണ്. വലാ യർതാബല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ. വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും അതിൽ സംശയിക്കാതിരിക്കാനുമാണ് 19ന്റെ എണ്ണം പറഞ്ഞത്. വലിയഖൂലല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. ഹൃദയത്തിൽ രോഗമുള്ള ഒരു കൂട്ടർ പറയാൻ വേണ്ടിയും വൽ കാഫിറൂൻ. സത്യനിഷേധികളും. ഹൃദയത്തിൽ രോഗമുള്ളവരും ഈമാൻ ഉറക്കാത്തവരും സത്യനിഷേധികളും പറയാൻ വേണ്ടിയും എന്ത്? മാദാ അറാദല്ലാഹു ബിഹാദാ മസല. അല്ലാഹു തആല ഈ ഉപമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? എന്റെ ഒരു 19 മലക്കുകളെ അവര് വെറുതെ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയുമാണ് അല്ലാഹു അങ്ങനെ എണ്ണം പറഞ്ഞത്. കദാലിക യുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അപ്രകാരം അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു വഴി കാണിക്കും, ഹിദായത്ത് നൽകും. ഉദ്ദേശിച്ചവരെ അല്ലാഹു പഠിപ്പിക്കും. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയുകയില്ല. അല്ലാഹുവിന്റെ സൈന്യത്തെ അവനല്ലാതെ വേറെ ആരും അറിയില്ല. 19 എന്ന് പറയുന്നത് അള്ളാന്റെ സൈന്യമുള്ള മലക്കുകൾ. അവരുടെ എണ്ണം കൃത്യമായി അറിയുന്നത് അല്ലാഹു മാത്രമാണ്. വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. ഇത് മനുഷ്യർക്ക് ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നരകത്തിന് കാവൽ അത് മലക്കുകളായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നരകത്തിന് 19 മലക്കുകൾ പ്രത്യേകം കാവലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാലിക് എന്ന് പറയുന്ന മലക്കിനെ പറ്റിയാണ് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് പഠിച്ചത്. മദ്രസയിൽ നിന്ന് പഠിച്ചത് ഒരു മലക്കാണ്. ഖുർആൻ ക്ലാസ്സിലെത്തിയപ്പോൾ 19 എന്ന് കരുതരുത്. അതിൽ പ്രധാനപ്പെട്ട മലക്കിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ തൊട്ടടുത്ത് മുഖ്യമന്ത്രി നേരത്തെ വന്നുപോയി, ജനസമ്പർക്ക പരിപാടി. പത്രങ്ങൾക്ക് എഴുതുക, മുഖ്യമന്ത്രി വന്നു, മുഖ്യമന്ത്രി പോയി എന്ന്. അത് സ്വന്തം വരൂല, ഏറ്റവും ചുരുങ്ങിയ ഡ്രൈവർ എന്തായാലും വേണം. അദ്ദേഹത്തെ പരാമർശിക്കലില്ല. മന്ത്രിമാരുണ്ടാവും, MLA മാരുണ്ടാവും, അതിന് താഴെയുള്ള നേതാക്കന്മാരുണ്ടാവും. എന്നാൽ അതൊന്നും അങ്ങനെ കൂടുതൽ പരാമർശിക്കലില്ല. കാര്യപ്പെട്ട ആളെ പറഞ്ഞു പോലെ. എന്നതുപോലെ 19 മലക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മലക്കാണ് മാലിക്. അതുകൊണ്ടാണ് ആ മലക്കിനെ നമ്മൾ നേരത്തെ പഠിച്ചത്. നരകത്തിന് കാവൽ നിൽക്കുന്ന ഈ മലക്കുകൾ പരുഷ സ്വഭാവക്കാരാണ്. യാതൊരു ദയയും അവർ കാണിക്കൂല. ഒരു നിലക്കും അവരെ മുന്നിൽ സഹതാപ തരംഗം സൃഷ്ടിച്ച് ഒരു നരകാവകാശിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അത് പ്രത്യേകം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകാഗ്നിയെ തൊട്ട് കാക്കണം. ഏതാണ് ഈ നരകം? അല്ലാഹു തുടർന്ന് പറയുന്നു, വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യരും കല്ലും കത്തുന്നു. മനുഷ്യർ കത്തും എന്ന് പറയുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ കല്ല് കത്തും, സാക്ഷാൽ കരിങ്കല്ല് കത്തും. ഇന്ന് ലോകത്ത് എത്ര കല്ലിന്റെ വിഗ്രഹങ്ങളുണ്ട്, ആ കല്ലുകൾ മുഴുവനും കത്തും. ആ വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം, അല്ലാത്ത കല്ലും പെടുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. അതിന് മലക്കുകൾ കാവലുണ്ട്. അവരുടെ അവസ്ഥ എന്താ? അവർ ഗൗരവത്തിന്റെ ആളുകളാണ്, ശക്തന്മാരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹുവിന്റെ കൽപ്പനക്ക് ആ മലക്കുകൾ ഒരിക്കലും എതിര് പ്രവർത്തിക്കില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ.
അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യുക തന്നെ ചെയ്യുന്നതാണെന്ന്. ദുന്യാവിലിപ്പോ എത്ര കാവലുണ്ടെങ്കിലും അവരെ ചിലപ്പോ കീഴടക്കാൻ സാധിക്കും. എന്തൊക്കെയാ നടക്കുന്നുണ്ട്, നിയമങ്ങളൊക്കെ ഒരു വഴിക്ക് പോകുന്നുണ്ട്, ഒരു കോലത്തിൽ പോകുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ അതേ സമയത്ത് അല്ലാഹു തആല ഇവിടെ പറയുന്നത് നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവര് ആർക്കും കീഴ്പ്പെടൂല, അവർ ആരോടും ദയ കാണിക്കൂല. ഒരു പരുഷ സ്വഭാവക്കാരാണ് അവർ, പരുഷ സ്വഭാവക്കാരാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും പറയുന്നത്. ആ നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ അല്ലാഹു തആല നരകത്തിന് കാവലാക്കി വച്ചത് മലക്കുകളെയാവുന്നു. അതിന്റെ പ്രശ്നമല്ല കേട്ടോ, ഞാൻ അവിടെ പോയി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അതും കൊണ്ടുവന്നാണ്. തുടർന്ന് അള്ളാഹു പറയുന്നത് വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ. സത്യനിഷേധികളായ ആളുകൾക്ക് അതൊരു പരീക്ഷണം. സത്യത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ സംഖ്യ പറഞ്ഞ് വെറുതെ തർക്കിക്കും, അത് ഓൽക്കൊരു പരീക്ഷണം. ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങൾക്കൊരു ഫിത്നയാണെന്നാണ്. ഓലൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുള്ള അർത്ഥത്തിലല്ല ആ ഫിത്ന, വലിയൊരു പരീക്ഷണം. മക്കൾ കാരണം, അതുപോലെ തന്നെ ഭാര്യമാര് കാരണം ഒരുപാട് ആളുകൾ ശരിയാവും, അവരെ നല്ല റൂട്ടിലൂടെ നയിച്ച് രക്ഷപ്പെടും. എന്നാൽ അത് വലിയൊരു പരീക്ഷണ. സമ്പത്ത് മോഡൽ തന്നെ, സമ്പത്ത് കൊണ്ട് ഒരാൾ വിജയിക്കും, അതേപോലെ പരാജയപ്പെടും ചെയ്യും. അതൊരു പരീക്ഷണ വസ്തുവാണ്. എന്നതുപോലെ അല്ലാഹു തആല 19 മലക്കുകളെ പറഞ്ഞത് അതും അവർക്കൊരു പരീക്ഷണ. പിന്നെന്തിനാണത് പറഞ്ഞത്? ഇപ്പൊ നരകത്തിന് 19 മലക്കുകൾ കാവലുണ്ട് എന്നുള്ളത് അത് ഖുർആൻ മാത്രമല്ല, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പറഞ്ഞതാണ്. അടിസ്ഥാന വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ തൗറാത്തും ഇഞ്ചീലും യഥാർത്ഥ രൂപത്തിൽ പഠിച്ച വേദക്കാര് പരിശുദ്ധ ഖുർആനിൽ നരകത്തിന് 19 മലക്കുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഓൽ കുറച്ചു. തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ പറഞ്ഞ വിഷയം തന്നെയുള്ള ഖുർആനും പറയുന്നത്. അപ്പൊ ഖുർആൻ സത്യമാണെന്ന് ഓൽക്ക് ഉറപ്പിക്കാം, ഈ വിഷയം സത്യമാണെന്ന്. അതാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്, ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ്. വേദം നൽകപ്പെട്ട ആളുകൾ അവർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുമാണ്. അവർ നേരത്തെ അവർക്ക് യഥാർത്ഥത്തിൽ അല്ലാഹു കൊടുത്ത തൗറാത്തിലും ഇഞ്ചീലിലും ഈ വിഷയം ഉണ്ടായതുകൊണ്ട് അതുതന്നെ ഖുർആൻ ആവർത്തിക്കുന്നത് കൊണ്ട് ഖുർആൻ സത്യമാണ്, ഈ വിഷയം സത്യമാണെന്ന് ബോധ്യം വരും. വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈമാന്റെ വർധനവിനുമാണ്. മുഅ്മിനീങ്ങൾക്ക് അത്രേ ഉള്ളൂ, യുക്തി ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. യുക്തി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഹജ്ജൊക്കെ നോക്കും. 4000-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹാജറ ബീവി ആ സഫാ മർവന്റെ ഇടയിലൂടെ തന്റെ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും പരക്കം പാഞ്ഞു. നമ്മളിപ്പോൾ ഉംറ ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴൊക്കെ സഫാ മർവന്റെ ഇടയിലൂടെ നടക്കണം. അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ആലോചിക്കുകയാണെങ്കിൽ ഒരു പിടുത്തം കിട്ടൂല. ഒരു പെണ്ണന്ന് പരക്കം പാഞ്ഞിന് ഇക്കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ പല സമയങ്ങളിലായി ഈ ഒരു കർമ്മത്തിന് വേണ്ടി എന്തിനവിടെ വരുന്നു, ഇത്ര ഇടങ്ങേറായി പ്രയാസപ്പെട്ടു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഹിക്മത്ത് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാം. നമ്മളിപ്പോ ഹിക്മത്ത് അന്വേഷിച്ച് വിഷയങ്ങൾ ശാസ്ത്രീയമാക്കുകയാണെങ്കിൽ സുബഹി 2 റക്അത്ത് പോരാ. രാവിലെ തന്നെ കുറെ റുക്കൂണും സുജൂദും ഇങ്ങനെ അധികരിപ്പിച്ചാൽ ഈ നടത്തത്തിനും ഓട്ടത്തിനൊക്കെ ഒരു പകരാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു 17 റക്അത്ത് ഒന്നായിട്ട് രാവിലെ കൊടുത്താൽ ഉച്ചക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട. ജോലിയൊക്കെ കഴിഞ്ഞാൽ ക്ഷീണത്തിൽ അസറിന്റെ സമയത്ത് വെറുതെ മെനക്കണ്ട. മഗ്രിബും ഇശാവൊക്കെ ഒഴിവാക്കണമെങ്കിൽ സൗകര്യം അതാണ്. ഒരു 17 റക്അത്ത് രാവിലെ തന്നെ കൊടുക്കുക. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര വളവന്മാരുണ്ടാവും ആ സമയം നിസ്കരിക്കും. പക്ഷെ ളുഹ്ർ 4 റക്അത്ത് കൊടുത്തപ്പോ സുബഹി ആകെ 2 റക്അത്ത് കൊടുത്ത് നമുക്കതിൽ യാതൊരു റോളും ഇല്ല. അത് അങ്ങനെ തന്നെ അംഗീകരിക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ വുളൂ ചെയ്തപ്പോ അള്ളാഹിന്റെ തിരുദൂതർ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു.
അള്ളാന്റെ തിരുദൂതർ ചിരിച്ചത് എന്താന്നുള്ളത് റസൂലിനെ അറിയുള്ളൂ. പക്ഷെ ഒരു സ്വഹാബി ഇത് കണ്ടപ്പോ അദ്ദേഹം അനുകരിച്ചു. ഹിക്മത്തൊന്നും ആലോചിച്ചില്ല. ഈമാൻ സമം ഈമാനുള്ളൂ. അദ്ദേഹം ഉള്ളൂർത്തപ്പോ അദ്ദേഹം ചിരിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കണം? റസൂല് ചിരിച്ചിരുന്നു. ഓക്കെ, അതിന് പ്രശ്നമൊന്നുമില്ല, മൂപ്പരും ചിരിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലി, വാഹനത്തിൽ കയറുമ്പോൾ എങ്ങനെ കയറണം എന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാം. അള്ളാഹിന്റെ തിരുദൂതർ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഒട്ടകത്തിലേക്ക് കാലുവെച്ചു. ഇരുത്തം ലെവലായി കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞു? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുഖ്റൂഫ് സൂറത്തിലെ ഈ ആയത്ത് ഓതി. എന്നിട്ട് മഹാനായ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറുൽ ദുനൂബ ഇല്ലാ അൻത. അതുവരെയാണ് ചൊല്ലിയതിന്റെ ശേഷം റസൂലാണ് ചിരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോന്നിട്ട് ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി. വാഹനത്തിൽ കയറുന്ന ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നബിതങ്ങൾ കാണിച്ചു കൊടുത്ത് അതൊക്കെ ചൊല്ലിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചിരിച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചത് ലാസ്റ്റ്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾ അങ്ങനെ ചിരിച്ചു, അതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ്. നബിനെ എല്ലാവർക്കും തർക്കല്ല. അത് നബി എന്ത്, നമ്മൾ വെറുതെ പൊട്ടന്മാരെ പണി, അങ്ങനെ ആരും ചിന്തിച്ചില്ല. എന്നാ അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ലാസ്റ്റ് ചിരിച്ചത്? അപ്പൊ അള്ളാന്റെ തിരുദൂതർ പറഞ്ഞെന്താ? യാത്രക്കാരൻ ലാസ്റ്റ് പറയുന്ന എന്താ? ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചു. അതായത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി, റബ്ബേ എന്നോട് പൊറുക്കണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ദോഷം പൊറുക്കുന്നവനില്ല. അങ്ങനെ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ അല്ലാഹു തആല പറയാത്രേ, എന്റെ ഇന്നാലിന്ന അടിമ ഞാൻ മാത്രമാണ് ദോഷം പൊറുക്കുന്നവൻ എന്ന് സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ ദോഷം ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രതികരിക്കും അത്രേ. ഇത് അറിഞ്ഞ നബിതങ്ങൾ ആ സന്തോഷം കാരണം എന്തേതാണ്? ചിരിച്ചതാണ്. അത് നബിക്ക് ആ വിവരം കിട്ടിയപ്പോ നബി ചിരിച്ചു. അതിനിപ്പോ നമ്മൾ ചിരിക്കണോ എന്നവർ ചിന്തിച്ചില്ല. നമ്മളിനിപ്പോ അങ്ങനെ വാഹനം കയറുമ്പോ അതിന് ചിരിക്കണം എന്ന് ഞാൻ പറയണില്ല, അത് തെറ്റിദ്ധാരണക്ക് കാരണം. നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് മലപ്പുറത്തേക്ക് മിനി ബസ് കയറി, സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവിടെ നമ്മളിരുന്നു, നമ്മളിത് ചെല്ലാനുള്ള ചെല്ലി. അപ്പൊ അയാള് സന്തോഷവും, കാരണം പിന്നെ ഒരു നല്ലൊരു ഭക്തനാണ് നമ്മളപ്പം കയറിയിട്ടുള്ളത്. കാരണം ഈ പാലം ശരിക്കും കടന്നു പോകണല്ലോ, അയാൾക്ക് നല്ല റാഹത്തായിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ലാസ്റ്റാണ് പൊട്ടിച്ചെറിച്ചാല് ഇയാൾ മനസ്സിലാക്കും, ഒരു പിരാന്തന്റെ അടുത്താണ് റബ്ബേ സീറ്റ് കിട്ടിയതെന്ന് കരുതും. തെറ്റിദ്ധാരണ വരും. അപ്പൊ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കണമെന്നല്ല, മറിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ ഏത് കാര്യത്തിലും അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ഹിക്മത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാ ഹിക്മത്ത് ഉണ്ടാവൂലെന്നാ? ഇല്ലല്ല, ഹിക്മത്ത് ഒരുപാടുണ്ടാവും. അള്ളാഹു കണക്കാക്കിയ ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഒരുപാട് യുക്തികൾ ഉണ്ടാവും. ചിലതൊക്കെ നമ്മൾ കാണുള്ളൂ. നമ്മൾ കണ്ടത് മാത്രമാണ് യുക്തി എന്ന് മനസ്സിലാക്കരുത്. ഏത് വിഷയത്തിലല്ലാത്ത നിസ്കാരത്തിൽ സ്വത്ത് കിട്ടും നോക്കി എത്ര യുക്തി ഉണ്ട് അതിൽ. നമ്മുടെ സക്കാത്ത് സംവിധാനത്തിൽ എത്ര യുക്തിയുണ്ട്. നമ്മുടെ ഹജ്ജിന്റെ സംവിധാനത്തിൽ ഓരോ കർമ്മത്തിലും എത്ര യുക്തികൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ കാണുന്നത് മനസ്സിലാക്കുന്നത് മാത്രമായിരിക്കും അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതിലൊക്കെ ഒരുപാട് തത്വങ്ങൾ ഉണ്ടാകും. എന്നതുപോലെ തന്നെ ഇവിടെ 19 മലക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുക. പിന്നെ അവിടെ ഇഷ്കാല് വേണോ? എന്തേ ഇപ്പൊ അല്ലാഹു അങ്ങനെ ആക്കി? അതിനൊന്നും അർത്ഥമില്ല. അതിനെ പരിപൂർണമായിട്ട് നമ്മൾ അംഗീകരിക്കണം എന്നാണ്. وَلِيَقُولَ الَّذِينَ فِي قُلُوبِهِم مَّرَضٌ وَالْكَافِرُونَ مَاذَا أَرَادَ اللَّهُ بِهَذَا مَثَلًا. ഹൃദയത്തിൽ രോഗമുള്ളവരും സത്യനിഷേധികളും എന്താണ് അള്ളാഹു ഈ ഉപമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടിയുമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ കാരണം ഒരു കൂട്ടർ ഉയരും, ഒരു കൂട്ടർ താവും ചെയ്യും, ഒരു കൂട്ടർ നന്നാവും, ഒരു കൂട്ടർ ശരിയാവൂല. അള്ളാഹു താല ഇങ്ങനൊരു സംഖ്യ പറയുമ്പോൾ അതിനെ വെറുതെ പരിഹസിക്കാനും അതിനെ വെറുതെ കളിയാക്കാനും ഏതൊരു വിഷയമാണെങ്കിലും ഉണ്ടാകും. പക്ഷെ അതിനുവേണ്ടി തന്നെയാണ്.
ഹിദായത്ത് ഇല്ലാത്തൊരു കൂട്ടർ എന്തായിരുന്നാലും ഉറപ്പാണ്. അവരെ പറ്റി അല്ലാഹു എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഉറപ്പ് വേണം, മനസ്സിലുറപ്പ് വേണം. ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല, അചഞ്ചലമാകണമെന്ന്. ഒരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ഹൃദയത്തിൽ രോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ക്യാൻസർ ഒന്നുമല്ല, അല്ലെങ്കിൽ ബ്ലോക്കല്ല. അതൊക്കെയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും മറ്റും കഴിഞ്ഞാൽ പടച്ചവന്റെ അടുത്ത് നിന്ന് കൂലി ഉണ്ടാവും. ഇവിടെ ഹൃദയ രോഗം കൊണ്ട് ഉദ്ദേശം ആ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയില്ല, എന്നാൽ ആത്മീയ ഡോക്ടർമാർക്ക് അത് കണ്ടെത്താൻ കഴിയും. ഉണ്ടാവരുത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചില ആളുകളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരും, വേണ്ടാത്ത ചിന്തകൾ വരും. റസൂലിന്റെ മേലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്ക് റസൂലിനെ പറ്റി വേണ്ടാത്ത ചിന്ത എനിക്ക് വരികയാണ് എന്ന് മിനിഞ്ഞാന്ന് ഒരാൾ വന്ന് സങ്കടം പറഞ്ഞു. പടച്ചവനോട് പറയല്ലാതെ വേറെ വഴിയില്ല. അനാവശ്യമായ ചിന്ത വരാൻ പാടില്ല. ചിലരൊക്കെ പറയാറുണ്ട്, നിസ്കരിക്കാനാണ് നിന്നാൽ പറ്റ വൃത്തികെട്ട ചിന്തകൾ വരാൻ പാടില്ല. സഹോദര, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. വേണ്ടാത്ത ചിന്ത വരികയാണെങ്കിൽ ഉടനെ പറയണെന്ത്, മനസ്സ് കരുതണെന്ത്, ആമൻതു ബില്ലാഹി വ ബിറസൂലി. വേണ്ടാത്ത ചിന്തകൾ, അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാം. ആമൻതു ബില്ലാഹി വ ബിറസൂലി, അള്ളാഹുവിലും അവന്റെ മുർസലീങ്ങളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നും കരുതണം, അതൻ ചൊല്ലണം. അതിനാണ് അള്ളാഹുവിന്റെ തിരുദൂതർ എപ്പോഴും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അതിനാണല്ലോ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. ഹൃദയം ഇങ്ങനെ മാറി മറിയരുത്. അതിൽ ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ, ദുർബലമാകുന്ന അവസ്ഥ, ബലഹീനമാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹൃദയത്തിൽ രോഗമുള്ളവർ എന്ന് പറഞ്ഞാൽ അവരാണ്. അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും? സംശയിക്കും, വെറുതെ തർക്കിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നത്, കദാലിക യുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവനെ പഴപ്പിക്കും, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവന് വഴി കാണിക്കും. അതിനൊരു കാരണമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് ആയത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബ കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു ഏറ്റവും നല്ല വൃത്താന്തത്തെ ഇറക്കി, ഏറ്റവും നല്ല വാർത്ത. അത് പരിശുദ്ധ ഖുർആനാണ്. അതിന്റെ വചനങ്ങൾ പരസ്പരം യോജിപ്പുള്ള വചനങ്ങളാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അവസാനം പറയുന്നെന്താ? അത് അള്ളാഹുവിന്റെ ഹുദയാണ്, അവൻ വഴി കാണിക്കുന്നതാണ്. അവൻ ഉദ്ദേശിച്ചവരെ അതിലേക്ക് വഴി കാണിക്കും, അല്ലാത്തവര് പഴച്ചു പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യം അള്ളാഹു തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അവസാനം അള്ളാഹു പറയുന്നത്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അവന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല. ഈ മലക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു 19 കേൾക്കുമ്പോൾ കുറവുണ്ടായതുകൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ അള്ളാഹു പടക്കുന്നത് ഓരോ ആവശ്യത്തിനു വേണ്ടി. നമ്മുടെ പരിസരത്ത് എത്ര മലക്കുകളുണ്ട്! ഓരോ വിഷയത്തിനും അള്ളാഹു തആല മലക്കുകൾ നിരന്തരം പടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈന്യത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. തീരെ വരാത്തവർ ആകാശത്തുണ്ട്, ഇറങ്ങി വന്നിട്ട് പോകാതെ അങ്ങനെ തങ്ങി നിൽക്കുന്നവരുണ്ട്. നമ്മുടെ ഓരോ കാര്യത്തിനു വേണ്ടി മലക്കുകളുണ്ട്. ഇപ്പൊ ഇവിടെ മലക്കുകളുണ്ട്, പള്ളി എന്നുള്ള നിലക്കുണ്ട്, ഖുർആന്റെ സദസ്സ് എന്നുള്ള നിലക്കുണ്ട്. ഇപ്പൊ മലക്കുകൾ നമ്മളെ ഒന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ഇവിടെ.
അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, അള്ളാന്റെ ഭവനത്തിൽ വെച്ച് ഒരു കൂട്ടർ ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കില്ല. മലക്കുകൾ നമ്മളെ വലയം ചെയ്യുന്ന, ഇപ്പൊ നമ്മുടെ ചുറ്റുപാടത്ത് നിറയെ മലക്കുകളുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മുടെ മൊബൈലിലൊക്കെ റേഞ്ച് ഉണ്ടല്ലോ, എത്ര തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ നേരെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നതുപോലെ സഹോദര, നമ്മുടെ മലക്കുകളെ കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിച്ചുവിടുന്നവരൊരു പ്രത്യേക മലക്കുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും. ഇപ്പൊ ഒരു മരിച്ച വീട്ടിലൊക്കെ എത്ര മലക്കുകൾ വരുന്നുണ്ട്. ഒരു മരിച്ച വീട്ടിൽ യാസീൻ ഓതുമ്പോ ഓരോ അക്ഷരത്തിനും, ഒരാൾ യാസീൻ ഓതുമ്പോ അയാൾ ഓതുന്ന ഓരോ അക്ഷരത്തിനും 10 വീതം മലക്കുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും. അതാണ് നമ്മൾ യാസീൻ ഓതണം എന്ന് പറഞ്ഞത്. അപ്പൊ എത്ര മലക്കുകളാണ്? 10,000-കണക്കിന് മലക്കുകൾ ഇറങ്ങിയിട്ട് പിന്നെ ഈ മലക്കുകളുടെ ഡ്യൂട്ടി എന്താ? അവർ പോവില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നത് അവർ കാണുമത്രേ. മയ്യത്ത് കഫൻ ചെയ്യുന്നത് ആ മലക്കുകൾ കാണുന്നു, നമ്മൾ കാണാത്തത് കൊണ്ടാണ്. അവർ മയ്യത്തിന്റെ കൂടെ പോകുന്നു, ദുആയിൽ പങ്കെടുക്കുന്നു, നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു. മറവ് ചെയ്യുന്ന ചടങ്ങും കഴിഞ്ഞിട്ടാണ് മലക്കുകൾ പിരിഞ്ഞു പോകുന്നത്. എത്രയാണ് അപ്പൊ മലക്കുകൾ ഇറങ്ങുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്? ധാരാളം മലക്കുകൾ. അൽ ഹശ്ർ സൂറയുടെ അവസാന ഭാഗം രാവിലെ നമ്മൾ ഒരു റൗണ്ട് ഓതുമ്പോ 70,000 മലക്കുകളാണ് ആ ഓതിയ ആൾക്ക് വേണ്ടി ആ സ്പോട്ടിലേക്ക് വരുന്നത്. ഇനി വൈകുന്നേരം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ 70,000 മലക്കളുടെ ഡ്യൂട്ടി ഈ മനുഷ്യന് വേണ്ടി പൊറുക്കല്ലത്താണ്. അയാളെ പണിക്ക് പോയി, അയാൾ ജോലിയിൽ ഏർപ്പെട്ടു. ഒരു ഡ്രൈവറാണെങ്കിൽ അയാളെ വളരെ സൂക്ഷ്മമായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 70,000 മലക്കുകൾ സഹോദര അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരാൾ കടന്നുറങ്ങാണ്, സുഖമായിട്ട് കടന്നുറങ്ങുക. രാവിലെ സുബഹിസ്കരിച്ച് അൽ ഹശ്റിന്റെ അവസാന ഭാഗം ഓതി, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ എന്ന് തുടങ്ങിയിട്ട് അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട 15ഓളം പേരുകൾ അടങ്ങിയ ആ ഭാഗം ഓതി അയാൾ സുഖമായിട്ട് കടന്നുറങ്ങാം. അയാൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പൊറുക്കല്ലാത്തേട്ടാ. വെറുതെ ഓതിട്ടാ മതി. വെറുതെ ഓതിട്ടാ മതി എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയില്ലാതെ ചെയ്യാം. കൂലി ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട്. എന്ന് ചിലക്ക് മരുന്നാണത്. മരുന്നാ, ഒരു ആത്മീയ ഡോക്ടർ പറയുന്ന മരുന്നാണത്. തീരെ സുബഹിക്ക് എഴുന്നേൽക്കാതെ, സുബഹി എന്നൊരു സംഗതിയേ ഇല്ലാതെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്ന ഒരാളെനിക്കറിയാം. ഇപ്പൊ അയാൾ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം? രാവിലെ എഴുന്നേറ്റ് നടന്നിട്ടില്ലെങ്കിൽ രക്തം എന്താവും? കട്ട പിടിച്ച് ബ്ലോക്കായി ആള് കാലിയാവുന്ന ഡോക്ടർ കട്ടൻ ഡ്രൈവ് പറഞ്ഞു. ഇപ്പൊ പെരുന്നടുത്ത ഒരു പ്രശ്നമില്ല, ഏത് തണുപ്പത്തും എല്ലാരും പേടിക്കും. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിച്ചാൽ ഏത് കാര്യങ്ങളും നടക്കും. ഒരു ആത്മീയ ഒരു ഭൗതിക ഡോക്ടർ പറഞ്ഞ് ശരിക്കും കൃത്യമായിട്ട് കേൾക്കുന്നു. എന്നാൽ അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു രാവിലെയും വൈകുന്നേരമൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതിൽ പ്രത്യേകം ഓതാൻ പറഞ്ഞതാണ്. മലക്കുകളുടെ വലിയ സാന്നിധ്യം ഉണ്ടാവും. 3,00,000-ഓളം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കണ്ടെത്തണം. അപ്പൊ നമ്മൾ കരുതാണ്, നമ്മളിപ്പോ ഈ കൂട്ടിലങ്ങാടിയുള്ള ആളുകളെല്ലാരും കൂടി ഇങ്ങനെ ഓതിയാൽ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് കേൾക്കുന്നവരും അവരെ കുടുംബക്കാരും എല്ലാവരും കൂടി ഓതിയാല് ഇങ്ങനെ ഓരോരുത്തർക്കും 70,000 വീതം, അപ്പൊ എത്ര മലക്കുകൾ വേണ്ടി വരും എന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അള്ളാന്റെ സൈന്യാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഓതിയിട്ട് പടച്ചോനിപ്പോ ഈ മലക്കുകളൊക്കെ കൂടി ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതണ്ട. കല്യാണത്തിന് എല്ലാവരും കൂടി പോയാൽ അയാൾ ബുദ്ധിമുട്ടാവുമെന്ന് ചിലപ്പോൾ പറയാം. ഭക്ഷണം തന്നിട്ട് ഇവിടെ ആ പ്രശ്നം വരൂല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവസാനം അല്ലാഹു പറയുന്നത് വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ, ഇത് മനുഷ്യർക്ക് ഒരു ദിക്റാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഉത്ബോധനമാകുന്നു. അപ്പൊ മുഅ്മിനീങ്ങൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് പാഠം ഉൾക്കൊള്ളണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോ ഈ 19 മലക്കുകളെ പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാനാണെന്ന് പറഞ്ഞല്ലോ. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 19 മലക്കുകളുടെ വിഷയം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട് ക്ലാസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാന്റെ തിരുദൂതരെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങൾ.
ഒരുപാട് പരാമർശങ്ങൾ. ഈ 19 മലക്കുകളുടെ വിഷയത്തിൽ തർക്കിച്ചതുപോലെ പണ്ടുകാലത്ത് അതിലും തർക്കിച്ചവരുണ്ടായിരുന്നു, ഇന്നും തർക്കിക്കുന്നവരുണ്ട്. അതായത് റസൂലുള്ളാന്റെ ആ വലുപ്പം, അള്ളാഹു കൊടുത്ത വലുപ്പം, അതിനെ ചെറുതാക്കി കാണിക്കാനും അത്രയ്ക്ക് വേണോ എന്ന് പറയാനും ഇന്നും ആളുകളുണ്ടല്ലോ. അത് സങ്കടകരമായ ഒരവസ്ഥയാണ്. അള്ളാഹു തആല നബിയെ ഉയർത്തുമ്പോൾ നമ്മളായിട്ട് ഉയർത്താതിരിക്കണ്ട. അങ്ങനെ ആലോചിക്കും, റബ്ബേ, ഈ നബിദിനാഘോഷ പരിപാടികളും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ തിരുദൂതനെ മനസ്സിലാക്കാം. ഇന്നത്തെ സമുദായം, സമൂഹം മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഈ നബിദിനാഘോഷ പരിപാടികൾ കൃത്യമായിട്ട് ലോകത്ത് നടക്കുന്നത് കൊണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്തന്നെ നോക്കൂ, നമ്മുടെ കുട്ടികളൊക്കെ നിരന്തരം ഒരുപാട് പോയിന്റുകൾ നബിയുമായി ബന്ധപ്പെട്ടത് ഇത്തരം ഘട്ടത്തിൽ പഠിക്കുകയും അത് പറയുകയും അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് പോയിന്റുകൾ നബിയെ പറ്റി മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നബിയെ പ്രബോധനം ചെയ്യാൻ നല്ലൊരവസരമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. പക്ഷെ പോസ്റ്ററുകൾ ഇങ്ങനെ കൂടാണ്. അത് അനിസ്ലാമികമായി എന്ന് പറഞ്ഞിട്ട് തീരെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ നമ്മൾ പുകഴ്ത്തുമ്പോൾ, നമ്മൾ വാഴ്ത്തുമ്പോൾ അത് വളരെ പുണ്യമുള്ള കാര്യമല്ലേ. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പൊ 19 മലക്കുകളുടെ വിഷയത്തിൽ മാത്രമല്ല, മോമിനീങ്ങൾക്ക് ഈമാൻ ഉറക്കാൻ, എന്നാൽ മറ്റുള്ളവർക്ക് തർക്കിക്കാൻ അള്ളാഹു തആല വിഷയം തരുന്നുണ്ട്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിന്റെ ഒരർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹും അവന്റെ മലക്കുകളും നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോളി എന്നാണ്. എന്നാൽ അതിന്റെ ഒരു അർത്ഥം അള്ളാഹും അവന്റെ മലക്കുകളും നബിയെ പ്രശംസിക്കുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും പ്രശംസിച്ചോളൂ എന്നാണ്. അതാണ് ഈ ഉദ്ദേശം. അള്ളാഹു മലക്കുകൾക്കിടയിൽ ഈ നബിയെ പ്രശംസിക്കാം. മലക്കുകൾക്കിടയിൽ ഈ നബിയെ അള്ളാഹു തആല പുകഴ്ത്തുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളും ഈ റസൂലിനെ പ്രശംസിച്ചോളൂ എന്ന് അള്ളാഹു പറയുന്നു. മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇന്ന് ഓതി വെച്ച ആയത്തുകളിൽ ആദ്യ ആയത്തിൽ അവസാനം പറയുന്നത് ഇത് ഒരു ഉത്ബോധനമാണെന്ന്. അതായത് ഖുർആന്റെ വചനങ്ങൾ അത് ഒരു ഉത്ബോധനമാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ സംബന്ധമായിട്ട് സൂറത്ത് യൂനുസിൽ പറയുന്ന ഒരു ഭാഗം കേട്ടോളൂ. ഞാൻ പരിശുദ്ധ ഖുർആനിനെയും നബിയെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന ഭാഗം നിങ്ങളെ സൂചിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഓ ജനങ്ങളെ, നിങ്ങൾക്കൊരു തത്വോപദേശം വന്നു കിട്ടിയിരിക്കുന്നു. ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങൾക്ക് ഹൃദയത്തിലുള്ള ഒന്നിന് ശമനവും വന്നു കിട്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിൽ അസുഖമുള്ള ആളുകൾ അവർ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി തർക്കിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും, ഖുർആൻ ഒരു ഉത്ബോധനാണ്. അങ്ങനെയുള്ള ഹൃദയത്തിലുള്ള രോഗമുള്ളവർക്ക് ഒരു മരുന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല പറയാൻ, മാത്രമല്ല വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യമായ ഒന്നും ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ റഹ്മത്ത്? തത്വോപദേശം വിശുദ്ധ ഖുർആനാണ്, ഹൃദയത്തിന് ശമനം പരിശുദ്ധ ഖുർആനാണ്. റഹ്മത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. തുടർന്ന് അള്ളാഹു പറയുന്നത്, ആ റഹ്മത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ എന്ന്. അത് രണ്ടുകൂടി കൂട്ടി വായിച്ചു നോക്കൂ.
അള്ളാഹു പറയാണ്, ഒരു റഹ്മത്തിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് പറയുന്നു, ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം തിരുനബിയാണ്. ആ റഹ്മത്തിൽ മോമിനീങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ റബീഉൽ അവ്വലിൽ പ്രത്യേകം സന്തോഷിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതി തന്നു. ഈ ഖുർആനാകട്ടെ അത് ഒരു തത്വോപദേശം. മതത്തിന്റെ പുറത്തുള്ള ആളുകൾ പോലും യഥാർത്ഥത്തിൽ അത് സമ്മതിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ അവസ്ഥ കേരളത്തിലെ അറിയപ്പെട്ട പ്രഗത്ഭനായ കവി കെ അച്യുതൻ പിള്ള അതിനെ സംബന്ധിച്ച് അള്ളാന്റെ തിരുദൂതർ വിശുദ്ധ ഖുർആന് നമുക്ക് ഈ ഉത്ബോധനം ഓതി തരുന്നതിനെ പറ്റി അദ്ദേഹം ഇങ്ങനെ പാടിയിട്ടുണ്ട്. ശ്രീനബിവർയൻ തന്റെ പവിഴ ചുണ്ടിൽ നിന്നും വാർന്ന വാഗ് മധുവതാ തുടുത്തു തുളുമ്പുന്നു. നമ്മൾ മാപ്പിളമാർക്കാ പാടാൻ പാടി. അച്യുതൻ പിള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പാടുകയാണ്. അള്ളാന്റെ തിരുദൂതർ ആ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളെ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ നമുക്ക് ഓതി തരുന്നത്. ഒരുപാട് വരികളുണ്ട്. നമ്മൾ ഈ സന്ദർഭത്തിൽ റബീഉൽ അവ്വലിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മഹാകവി പന്മന രാമചന്ദ്രൻ നായർ അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ട്. മർത്യ സംസ്കാരത്തിനു മങ്ങലാർന്ന ജ്ഞാനത്തിൻ മൂടലിൽ മുങ്ങിപ്പാരമിരുളിൽ മറയവേ സത്യത്തിൻ ദയാവായ്പിൻ പാവന പ്രഭാദീപനാളവും പേറിപ്പാരിലെത്തിയ ജഗൽ പ്രഭോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ റസൂല് നമുക്ക് ഓതി തന്നിട്ട് ഇവിടെ മാറ്റം വരുത്തിയതിനെ സംബന്ധിച്ച് ഒരു ഹിന്ദു പാടാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ച്. മർത്യ മങ്ങലാർന്ന ജ്ഞാനത്തിൻ മൂടലിൽ മുങ്ങിപ്പാരമിരുളിൽ മറയവേ സത്യത്തിൻ ദയാവായ്പിൻ പാവന പ്രഭാദീപനാളവും പേറിപ്പാരിലെത്തിയ ജഗൽ പ്രഭോ. ഒരു അമുസ്ലിമാ പാടുന്നത്. ശ്രീനാരായണ ഗുരു, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മുഴുവൻ അറിയില്ലല്ലോ. ശ്രീനാരായണ ഗുരു അള്ളാഹുവിന്റെ തിരുദൂതരെ പറ്റി എത്രമാത്രം പൊക്കിവെച്ചു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ച് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രഗത്ഭനായ കവി അള്ളാഹിന്റെ തിരുദൂതരെ പറ്റി ഇങ്ങനെ പാടിയിട്ടുണ്ട്. മഹാകവി NG ഗോപാലൻ നായരാണ്. അദ്ദേഹം അള്ളാഹിന്റെ തിരുദൂതരെ പറ്റി ഇങ്ങനെ പാടിയിട്ടുണ്ട്. കാരുണ്യലയനായ റസൂൽ കരീം സത്യം നീതി ദയാദികളാകുന്നുത്തമ വിത്തുകൾ മർത്യർക്കായി സത്യേകദേവൻ തന്നുടെ യാജ്ഞക്കൊത്തു വിതച്ചൊരു മുസ്തഫീ ദേവം. അള്ളാന്റെ തിരുദൂതരെ സംബന്ധിച്ച് അദ്ദേഹം പാടിയത് അങ്ങനെയാണ്. മറ്റൊരു മഹാകവി നടരാജൻ അള്ളാന്റെ തിരുദൂതരെ സംബന്ധിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ട്. മതത്തിൻ 100,000 പേരുകൾ പറഞ്ഞങ്ങ് മനുഷ്യക്കുരുതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ചിലർ സ്നേഹിക്കാൻ പരസ്പരം വിശ്വസിക്കുവാൻ ഭ്രാതൃഭാവന പുലർത്തുവാൻ ചൊല്ലിയ ഗുരുനാഥൻ വിജയിക്കുന്നു നബി നിസ്തുല സമാധാനമിളയെ തലോടുവാൻ ആശിച്ച പ്രവാചകൻ. ഒരു അമുസ്ലിമായ ആള് അള്ളാന്റെ തിരുദൂതരെ പറ്റി പറയുന്നു. മറ്റൊരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ ധർമ്മോപദേശവും ശ്രീ ഹരിശ്ചന്ദ്രന്റെ നിസ്വാർത്ഥശീലവും കൃഷ്ണനാം ഭഗവാന്റെ നിസ്തൂല ഭാവവും ബുദ്ധനാം ദേവന്റെ ഹിംസയാം യത്നവും ക്രിസ്തുവിൻ ത്യാഗപരിത്യാഗശീലവും ഗുരുനാനാഖിൻ ചിന്താ സൗരഭ്യവും മോശത്തൻ സ്ഥായിയാം വിജ്ഞാന സ്ഥൈര്യവും നോഹത്തൻ യുക്തിപ്രബോധന ശൈലിയും എല്ലാം ഓരോമിച്ച പൂർവമാം പൗർണമി എല്ലയോ അൽ അമീൻ ആമീന കൺമണി. ഒരുപാട് ആളുകളുടെ നല്ല സ്വഭാവങ്ങളെ എണ്ണിയിട്ട് എല്ലാം ഒരേ സമയത്ത് ആമിന ബീവിയുടെ കൺമണിയിൽ മേളിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പാടുന്നത്. ഞാൻ സാന്ദർഭികമായി പറയാൻ, നമ്മളൊക്കെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുകൂടി പറയാം. അള്ളാഹിന്റെ തിരുദൂതരെ നമ്മൾ പാടുന്നത്, പുകഴ്ത്തുന്നത് ഒരു സ്വാലിഹായ കർമ്മമാണ്. നമ്മുടെ പൂർവീകരൊക്കെ ചെയ്തത്. ഇസ്ലാമിന്റെ ആദ്യകാലത്തെ വലിയ കവിയാണ് സുഹൈർ. 4 മക്കളായ ആൾക്കുണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 2 ആൺകുട്ടികൾ കഅബും ബുജൈറുമാണ്. അവർ പ്രമുഖരായ കവികളായിരുന്നു. 2 പെൺകുട്ടികൾ കവയത്രികളായിരുന്നു. ഈ കഅബും ബുജൈറും 2 പേരും ഇസ്ലാം സ്വീകരിച്ചു. നബിയെ വല്ലാതെ പുകഴ്ത്തി പാടിയവരാണ്.
റസൂൽ അത് അംഗീകരിച്ചു. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ തിരുദൂതർ പ്രത്യേകം ദുആ ചെയ്തത് അദ്ദേഹം നബിയെ പറ്റി വല്ലാതെ പാടിയതുകൊണ്ടാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അള്ളാഹു ഖുർആൻ ഇപ്പൊ ഒരു കവിത അല്ലാത്തതുകൊണ്ട് ഖുർആനിൽ നബിയെ വർണ്ണിച്ച് പാട്ടുണ്ടാവില്ല. ഖുർആൻ കവിത അല്ല. എന്നാൽ ഖുർആനിൽ ഒരുപാട് നബിയെ പുകഴ്ത്തി പറഞ്ഞു. അത് മഹാന്മാരായ ആളുകൾ ആ വിഷയത്തെ കവിതാക്കി. ഒരു ഉദാഹരണം നോക്കൂ. ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു. ഈ വിഷയം ഒരുപാട് വിവാദം ഉണ്ടാക്കിയതാണ്. 19 മലക്കുകൾ എത്ര വിവാദമായി. അതിലേറെ വിവാദം ഉണ്ടായ ഭാഗമാണേത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഖുർആനിൽ അല്ലാഹു പറയാണ് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ നിശാ പ്രയാണം ചെയ്യിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ഇതിൽ ചില ആളുകൾക്ക് ഭയങ്കര സംശയം വന്നു. നിമിഷ നേരങ്ങളെ കൊണ്ട് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കോ. പക്ഷെ ഖുർആൻ അത് ഖണ്ഡിതമായി പറഞ്ഞു. മഹാന്മാരായ കവികൾ അതിനെ കവിതയാക്കി. സിർതമാ ജിബ്രീല മിൻ ഇൻദി ബൈത്തില്ലാഹി ലല്ലി ബൈത്തിൽ മഖ്ദസി വൽ ബുറാഖ റകിബ്തഹാ സുമ്മ ജാവസ്തസ്സമാ വതിറാഖിയൻ ഇലാ മാ അറാദല്ലാഹു മിൻ ഫൗകിൽ മുൻതഹാ സുമ്മ ലാഖൈത വഹയ്യൈതഹു നാജൈതഹു തിൽക ഉൽയാ മാ മിനൽ ഖൽഖി അഹദുൻ നാലഹാ. ഇതിപ്പോ ഖുർആനിൽ പറഞ്ഞ ഇസ്രാ സൂറത്തിലും നജ്മ് സൂറത്തിലും അള്ളാഹു പറഞ്ഞതിനെ മഹാന്മാരായ കവികൾ അത് കവിതാക്കിയതേ ഉള്ളൂ. ഇസ്രാ സൂറത്തിൽ ഇസ്രായിനെ പറ്റി പറയുന്നുണ്ട്. 7 ആകാശങ്ങളിൽ എത്തിയതും അതുപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹയുടെ അരികെ വെച്ച് ജിബ്രീൽ എന്ന മലക്കുമായി നബിതങ്ങൾ കണ്ടതും നേരെ മലക്കിന്റെ കോലത്തിൽ കണ്ടതും അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ. ആ വിഷയത്തെ കവിതാക്കിയേ ഉള്ളൂ. റസൂല് ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞെന്താണ്? ഇന്നി റഅയ്തു റബ്ബി ബിഐനി വബിഫുആദി. ഞാൻ എന്റെ കണ്ണുകൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും നബിയെ കണ്ടു, അള്ളാഹുവിനെ കണ്ടു. ആ കൂടിയാലോചന വലിയൊരു സംഭവമാണ്. അതാണ് മലയാളത്തിലെ മഹാനായ കവി അത് അറബിയിൽ ഒരു കവിതാക്കിയത്. എന്ത്? സുമ്മലാഖൈത വഹയ്യൈതഹു നാജൈതഹു തിൽക ഉൽയാ മാ മിനൽ ഖൽഖി അഹദുൻ നാലഹാ. സൃഷ്ടികളിൽ ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നബിക്ക് കിട്ടിയതെന്നാണ് പറയുന്നത്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ശത്രുക്കൾ ഒരിക്കൽ നബിയോട് പറഞ്ഞു, ചന്ദ്രനെ 2ആക്കി കാണിച്ചെന്നാൽ ഞങ്ങൾ നന്നാവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനിലേക്ക് വിരലുയർത്തി. ചന്ദ്രൻ 2ആയിട്ട് വിളർന്നു. നല്ല നിലാവുള്ള രാത്രി അവരെല്ലാവരും കൃത്യമായിട്ട് കണ്ടു. പൂർണ്ണ ചന്ദ്രൻ 2ആയിട്ട് നിന്നു. സഹോദരാ, ഇത് 2ആയിട്ട് നിന്നപ്പോ ഇവർ പലരും വാക്ക് മാറി. അത് കൺകെട്ടാണ്, ജാലവിദ്യയാണെന്ന് പറഞ്ഞു. ഇൻഷിഖാ കുല്ലിൽ ഖമർ ഇഅശറത ഇലൽ ബദർ ആയത്തും മിൻകാ ലഹർ വസ്തഹർ അംബാഉഹാ. ആ വിഷയം ഒരു കവിതാക്കിയെന്നുള്ളൂ. ചിലപ്പോൾ ഈ മൗലിദ് അറിയണ്ടേ. ഒരു സഹോദരൻ, തെറ്റിദ്ധരിച്ചൊരു സഹോദരൻ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ മങ്കൂസ് മൗലിദിൽ കടുത്ത തെറ്റുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാൾക്ക് സെബീനെടുത്ത് കൊടുത്തു. നിങ്ങൾ ആ തെറ്റൊന്ന് കാണിച്ചു തരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ബോധ്യപ്പെടാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ആ കാര്യം പറഞ്ഞോളാം. മടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ മൂപ്പര് എന്തായിരുന്നാലും സെബീനെ മക്കൾ തൊടൂല. ഞാൻ സെബീനെടുത്ത് കൊടുത്തു. ഇയാളെന്താ ഇലക്ട്രിക് പോസ്റ്റുമൊക്കെ കയറാൻ പറഞ്ഞമാര് കൈമ തൊടൂല. അവസാനം ഞാൻ ഇനിയിപ്പത് എടുക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് മങ്കൂസ് മൗലിദ് എടുത്തുകൊണ്ട് കൊടുത്തു. ഇതാണ് ഈ മങ്കൂസ് മൗലിദ്. നിങ്ങൾ ഈ കോത്താമ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഈ സാധനം. മങ്കൂസ് മൗലിദ് ഇതാണ്. നിങ്ങൾ ഇതിലുള്ള ആ തെറ്റെന്ന് പറഞ്ഞുതരാണെങ്കിൽ നമ്മളിപ്പോൾ പരലോകത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വെറുതെ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഞാനാണെങ്കിലും നിങ്ങളാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാനാണെങ്കിലും അയാളൊരു അറബി മാഷാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്ക് സ്വർഗത്തിലും നരകത്തിലും പോകേണ്ട വിഷയമുള്ളത്. വാശിന്റെ ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് അത് ഒഴിവാക്കാൻ അങ്ങനെ ഒരു വരി ഉണ്ടെങ്കിൽ ഇയാൾ എങ്ങനായാലും നമുക്ക് തൊടൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദര, ഉള്ളിലേക്ക് കയറിയാൽ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല.
അയാളെങ്ങനായാലും നോക്കാൻ തന്നെ തയ്യാറാണില്ല. എന്നാ തെറ്റുണ്ട്, അയാൾക്ക് അറബി അറിയുന്ന ആളാണ്, അല്ല അറബി ഭാഷ അറിയുന്ന ആളാണ്, എന്നാൽ അയാൾക്കൊന്ന് ഇന്ന വരിയാണ് പ്രശ്നം എന്ന് പറഞ്ഞൂടെ. അത് പറഞ്ഞപ്പെടും എന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് അദ്ദേഹം അതിമക്ക് തൊട്ടില്ല. അത് കുറച്ച് മുമ്പാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇതേ വിഷയത്തിൽ സംസാരിക്കാൻ കിട്ടി. ശരിക്കൊന്ന് പറഞ്ഞെടുത്തു. പാകെ പറയാനുള്ള എന്താ അറിയോ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അതാണ് പാകെ പ്രശ്നമുള്ളൊരു വരി. കയ്യും കണക്കൂല്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി, അല്ലാഹ് നബിയെ അങ്ങയോട് ആവലാതി പറയുന്നു. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും, ആ വരിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെറുതെ ഇഷ്കാലാക്കിയ പ്രശ്നം വരുമല്ലോ അല്ലേ? ചാടാൻ കഴിയുന്നൊരു കിടങ്ങ് അതിന് ചാടൂലടാ, വെറുതെ അതിന് ഒരുങ്ങണ്ട. ചാടാൻ കഴിയുന്നതിന് ഓൻ ചാടൂല, കൊട്ടി പറഞ്ഞേക്ക് വീഴും. ധൈര്യമാണല്ലോ. വെറുതെ ആശയക്കുഴപ്പത്തിലാക്കിയ പ്രശ്നമാണ്. നബിയോട് ചെയ്ത തെറ്റുകൾ എങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരിയാട്ടോ എന്ന് പറയും. സത്യത്തിൽ നോക്കൂ, അവിടെ ഒരു പ്രശ്നമില്ല. സൈനുദ്ദീൻ മഖ്തൂർ റളിയല്ലാഹു അൻഹു എഴുതിയ വരിയിൽ യാതൊരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട്? അത് നിസാ സൂറത്തിൽ പറഞ്ഞൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന നബിയെ, തെറ്റ് ചെയ്ത ആളുകൾ അങ്ങയുടെ സവിധത്തിൽ വന്ന് അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ ഖുർആൻ പറയുന്നത് ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ അവർ തൗബ സ്വീകരിച്ചവനായും കാരുണ്യവാനായും കണ്ടെത്തിക്കുന്നതാണ്. അപ്പൊ തെറ്റുകൾ നബിന്റെ അരികെ ചെന്ന് പറഞ്ഞ് നബി അവർക്ക് വേണ്ടി ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും, അല്ല അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തല്ലേ? അല്ലല്ല, വഫാത്തിന്റെ ശേഷം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൗള ഷരീഫിന്റെ 2 തൂണിൽ ഇന്നും ഉല്ലേഖനം ചെയ്യപ്പെട്ട 2 കവിത ഉണ്ട്. അതെന്താ സംഭവം? ഇന്നുണ്ടല്ലോ, എഴുതിയിരിക്കല്ല, ഉരുട്ടിയാണ്. പച്ച കളർ തൂണിന് കൊടുത്തിട്ട് ഗോൾഡ് കളർ ആ കവിതക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും റൗള നമ്മൾ സന്ദർശിക്കുമ്പോൾ പുണ്യനബിക്കും 2 നേതാക്കന്മാർക്കും സലാം പറഞ്ഞിങ്ങനെ പോകുമ്പോ നമുക്കിങ്ങനെ കാണാം 2 തൂണിൽ കൊത്തിവെച്ചത്. ഏതാത്? തെറ്റുകൾ നബിയോട് വന്ന് പറഞ്ഞതാ. ഒരു അഴറാബി വന്ന് നബിന്റെ കബറിങ്ങ വന്ന് പറഞ്ഞതാ. എന്ത്? ആദ്യം വലൗ അന്നഹും ഇല്ലമൂ എന്നുള്ള ആയത്തോതി, ലഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. തെറ്റുകൾ അങ്ങയോട് പറയാൻ വേണ്ടി വന്നതാ, അങ്ങയോട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാ. കരഞ്ഞ് പറഞ്ഞിട്ട് ആ അഴറാബിയാണ് പാടി, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖായി അഅ്ലുമുഹു ഫത്വാബ മിൻ തുഹ്ബിഹിൻ നൽഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖാ ബിരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ 2 വരികൾ ഇന്നും അതാ എഴുതി വച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈനുദ്ദീൻ മഖ്തൂർ റളിയല്ലാഹു അൻഹു ഈ വരി എഴുതിയിട്ട്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദര. ഞാൻ പറയുന്നത് റസൂലുള്ളാഹിനെ നമ്മൾ പുകഴ്ത്തുന്നത്, നമ്മൾ വാഴ്ത്തിയിട്ട് പാടുന്നതും പറയുന്നതും ആ സ്നേഹത്തോടുള്ള അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ചിലർ പറയുന്നത് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കലാണ്. സുന്നത്തെടുക്കൽ നബിയെ സ്നേഹിക്കൽ തന്നെയാണ്. പക്ഷെ സുന്നത്തെടുക്കലും സ്നേഹിക്കലും രണ്ടാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദര, ആത്മാർത്ഥമായി നബി എന്ന് പറയുന്ന ആളത്തെ ഇഷ്ടപ്പെടണം. ഞാനൊരു സംഭവം പറയാം. ഞാനിത് കുറച്ച് കൂടുതൽ പറയുന്ന റബീഉൽ അവ്വൽ മാസം കൂടിയാണ്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ആയത്തിറങ്ങി. റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജ് വേളയിൽ അറഫ മൈതാനിയിൽ വെച്ച് ഒട്ടകപ്പുറത്ത് നബി ഇരിക്കുന്ന സമയത്താണ് അൽ യൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങുന്നത്. ആ ആയത്തിറങ്ങിയ ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഈ ആയത്തിൽ നിന്ന് നബിയുടെ വഫാത്ത് ഞാൻ വാസനിക്കുന്നു. ഈ ആയത്തിൽ നിന്ന് നബിന്റെ വഫാത്ത്, നബിന്റെ വേർപാട് എനിക്ക് വാസനിക്കാൻ കഴിയുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, അബൂബക്കർ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, സ്വദഖ അബൂബക്കർ, അബൂബക്കർ സത്യം പറഞ്ഞിരിക്കുന്നു. അബൂബക്കർ പറഞ്ഞത് ശരിയാണ്, എന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട്. ഇത് അലി റളിയല്ലാഹു അൻഹു നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിനെ കേട്ട ഉടനെ ഒരട്ടഹാസത്തോടുകൂടെ അബോധാവസ്ഥയിൽ വീണു.
അദ്ദേഹം നിഗമനം പറഞ്ഞതാണ്. നബിന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നുണ്ട് ഈ ആയത്തിൽ നിന്ന്. അത് ശരിയാണ് എന്ന് അറിഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ കഴിയാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണു അബോധാവസ്ഥയിൽ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ സമയത്ത് ആകാശലോകത്തുള്ള നേരത്തെ പറഞ്ഞ അള്ളാന്റെ സൈന്യമുണ്ടല്ലോ, എല്ലാ മലക്കുകളും കരഞ്ഞുപോയി. നബി വലിയൊരു സംഭവമാണ്. എല്ലാ മലക്കുകളും കരഞ്ഞു. നബി ഒരു മീറ്റിംഗ് വിളിച്ചു പള്ളിയിൽ. അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിറങ്ങിയ ശേഷം റസൂല് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചു, ശാന്തമായ ഒരു പ്രസംഗം, നീതിയോടുകൂടെയാണ് ഞാൻ വർത്തിച്ചത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിന്റെ ഇടയിൽ പുണ്യ നബി പറഞ്ഞു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം, വലിയ പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ഹിസ്വാസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തീർക്കണം. ഇത് 3 വട്ടം ആവർത്തിച്ചപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, ബദർ യുദ്ധത്തിന് വരി നിർത്തുമ്പോൾ ഒരു വടി കൊണ്ട് അങ്ങ് എന്റെ പള്ളക്ക് കുത്തിയിട്ടുണ്ട്, എനിക്കതിന് പകരം വീട്ടണം. ഇതിന് കേട്ടപ്പോ സദസ്സിലുള്ള അപാരവൃദ്ധൻ ജനങ്ങൾ കരഞ്ഞുപോയി. പടച്ചോനെ, നബി അല്ലെങ്കിൽ തന്നെ നബിയുടെ വേർപാട് അടുത്തു എന്നുള്ളതിനുള്ള പ്രസംഗം. എല്ലാവരും നല്ല പ്രയാസത്തിലാ. അതിന്റെ ഇടയിലാ ഉക്കാശ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ഖിസാസ് എടുക്കണം എന്നാണ്. റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ബിലാൽ, ഫാത്തിമാന്റെ വീട്ടിൽ പോകണം, എന്റെ മോള് ഫാത്തിമാന്റെ വീട്ടിലുണ്ട്, ഞാനന്ന് ഉപയോഗിച്ച ആ വടി ഒന്ന് കൊണ്ടുവരണം. ഞാൻ പരലോകത്തേക്ക് നീട്ടി വെക്കണ്ട. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഫാത്തിമാവിന്റെ വാതിൽക്ക മുട്ടി. ഈ വിവരമറിഞ്ഞ ഫാത്തിമ ബീവി അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിനെ ഖിസാസ് എടുക്കുകയോ? ഫാത്തിമയ്ക്ക് വലിയ അത്ഭുതം, റസൂലിനെ ഖിസാസ് എടുക്കേ, പ്രതികാരം ചെയ്യേ. ആ വടിയുമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തി. ഒക്കെ ഇങ്ങനെ ചൂടായി നിൽക്കണല്ലോ. മഹാനായ ഉക്കാശ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയെ ആ വടി കൊണ്ട് പ്രതികാരം ചെയ്യും എന്ന് തോന്നിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ശാന്തരായിട്ട് പറഞ്ഞു. അതൊക്കെ ചൂടാകുന്ന ഒരു സന്ദർഭമാണ്. എന്നാലും അള്ളാന്റെ തീർത്തുക അടുത്തുണ്ടല്ലോ, പറഞ്ഞു, ഞങ്ങളെ ഖിസാസ് എടുക്കണം, നബി അവരുടെ വിടണമെന്ന്. നബി അവരോട് ഇരിക്കാൻ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, എന്നെ ഖിസാസ് എടുത്തോളൂ, ഞാൻ റസൂലിന്റെ മരുമകനാണ്, പുണ്യ നബി ഒഴിവാക്കണം. നബി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇരിക്കുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെ ഖിസാസ് എടുത്തോളൂ, നബി അവരുടെ വിടണം. നബി അവരോട് ഇരിക്കാൻ പറഞ്ഞു. വടി കൊടുത്തു. ഉക്കാശ് റളിയല്ലാഹു അൻഹു വടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് വരാണ്. നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്റെ പള്ളക്ക് നേരത്തെ ആ വടി കൊണ്ടൊന്ന് കുത്തിയപ്പോൾ ഞാൻ കുപ്പായം ധരിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങ് കുപ്പായം ഒഴിവാക്കണം. സഹസിങ്ങനെ ഇളകാണ് സഹോദര, എല്ലാവരും വിഷമത്തിലാണ്. ഒരു ചെറിയ കുട്ടിയെ പോലെ, അനുസരണയുള്ള കുട്ടിയെ പോലെ, നിഷ്കളങ്കനായ അള്ളാന്റെ തിരുദൂതർ, വിനയാന്വിതനായ തിരുദൂതർ കുപ്പായ അയച്ചു. കുപ്പായം അയക്കലോടുകൂടെ ഉക്കാശ് റളിയല്ലാഹു അൻഹു ആ വടി കൊണ്ട് നബിയെ കുത്താനാണെന്ന രൂപത്തിൽ മുന്നോട്ട് വരികയും അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു. വടിയൊക്കെ താഴെ വീണു. പിന്നെ വടിയൊന്നും വേണ്ട. റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചിട്ട് പറഞ്ഞു, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവിനെ അങ്ങേക്ക് ദണ്ഡമായി ദാ സമർപ്പിക്കുന്നു നബിയെ. ഞാൻ ഈ ശരീരത്തെ, അങ്ങയുടെ ശരീഫായ ഈ ശരീരത്തോട് ഒന്ന് തട്ടിച്ച് അതുവഴി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ മാർഗം സ്വീകരിച്ചത് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ പ്രയോഗിച്ചതാ. ഇത് റസൂല് പറഞ്ഞ, ഇതിപ്പോ സുന്നത്തെടുക്കല, റസൂലിനുള്ള സ്നേഹമുള്ളത്. റസൂല് പറഞ്ഞു, സഹോദര, സ്വർഗത്തിലേക്കുള്ള ഒരാളെ കാണണോ എങ്കിൽ ഉൾക്കാശയെ കണ്ടോളൂ. സ്വർഗത്തിലേക്കുള്ള ഒരാളെ കാണെങ്കിൽ ഉൾക്കാശയെ കണ്ടോളൂ എന്ന് പറഞ്ഞു. അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഉൾക്കാശ് റളിയല്ലാഹുവിന്റെ 2 കണ്ണുകൾക്കിടയിൽ ചുംബിച്ചതിന്റെ ശേഷമാണ് ആ സദസ്സ് വിട്ടുപിരിഞ്ഞു പോയതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതാ പ്രവാചക സ്നേഹം. ഉഹദിന്റെ പടക്കളത്തിൽ റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയപ്പോ ചിലർ പല്ല് പൊട്ടിച്ചു. എനിക്ക് പൊട്ടാത്ത പല്ല് വേണ്ടാന്ന് റസൂൽ പറഞ്ഞതാ? റസൂല് പറഞ്ഞതാണോ സഹോദര? എന്റെ പല്ല് പൊട്ടി ഞങ്ങളെ പല്ലും പൊട്ടിച്ചോണ്ട് ഇല്ല. അതാണ് പ്രവാചക സ്നേഹം. അതാണ് റസൂലുള്ളാഹിനെ അഗാധമായി സ്നേഹിച്ചത്. റസൂലുള്ളാഹിന്റെ വഫാത്ത് വേളയിൽ ചില ആളുകൾക്ക് ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെട്ടു പോയത് അതിന്റെ പേരിലാ. എത്രയോ സംഭവങ്ങൾ കാണാം. നമുക്കൊന്നും റിസ്ക് ഇല്ല. നമുക്കിപ്പോ അൽഹംദുലില്ലാഹ് അങ്ങനെ പ്രബോധനം ചെയ്താൽ പോലെ നബിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു നമ്മുടെ പൂർവീകരായ ആള്.
അതുകൊണ്ട് സഹോദര, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ നബിയുടെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ, അത്ഭുത സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് പാടാം, അതൊക്കെ പറയാം, നല്ല കാര്യം. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകം വന്ന് നബിയുടെ മുട്ടുകുത്തി വാ പിളർത്തി നിന്നു. ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മുറിഞ്ഞു വീഴാൻ തുടങ്ങി. ഒട്ടകൻ നബിയോട് പരാതി പറയാണ്, താങ്ങാൻ കഴിയാത്ത ജോലി ചെയ്യിപ്പിച്ചതും മറ്റും. അവസാനം ആ ഒട്ടകത്തിന്റെ ഉടമയെ വിളിച്ച് റസൂൽ താക്കീത് ചെയ്തു. ഒരു സംഭവം, മദീന പള്ളിയിൽ ഒരു പുതിയ മിമ്പർ കൊണ്ടുവന്നു. പുതിയ മിമ്പറിലേക്ക് റസൂൽ ഖുതുബക്ക് കയറിയപ്പോ പഴയ മിമ്പർ കരഞ്ഞുപോയി, ഒരു ഈന്തപ്പനയുടെ തടി കരഞ്ഞുപോയി. മുഅ്ജിസത്താണ്. റസൂൽ ഇറങ്ങിയിട്ട് ആ പഴയ തടിമ അങ്ങനെ കൈ വെച്ചിട്ട് സമാധാനിപ്പിച്ചു. രണ്ടാമത്തെ സംഭവം. മറ്റൊരു സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അള്ളാന്റെ തിരുദൂതര് ഒരു യാത്ര പോകുമ്പോ ഒരു കൂടാരത്തിന്റെ തൊട്ടരികെ ഒരു പുള്ളിമാൻ കൈകാലുകൾ കെട്ടിയിടപ്പെട്ട രൂപത്തിൽ. നബിയെ കണ്ടതോടുകൂടെ അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് മുറിഞ്ഞു വീണു. ആ പുള്ളിമാന്റെ ഭാഷ അള്ളാഹു നബിക്ക് മനസ്സിലാക്കി കൊടുത്തു. പുള്ളിമാൻ പറയുന്നത്, മരുഭൂമിയുടെ ഇന്നാലിന്ന ഭാഗത്ത് എനിക്ക് 2 കുട്ടികളുണ്ട്. എന്റെ ആകിടിൽ ഇഷ്ടം പോലെ പാലുണ്ട്. പക്ഷെ എന്റെ ആ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പോകാൻ കഴിയില്ല, ഇവരിങ്ങനെ കെട്ടിയിട്ടത് കൊണ്ട്. എന്നാ ഇവരെന്നെ അറുത്ത് തിന്നുന്നില്ല, എന്നെ ഭക്ഷണമാക്കുന്നില്ല, ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പോകാനും കഴിയുന്നില്ല. അള്ളാന്റെ തിരുദൂതർ ഈ പുള്ളിമാനോട് ചോദിക്കുകയാണ്, ഞാൻ എന്റെ കെട്ടഴിക്കും, നീ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് ഇതേ സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. വാക്ക് പാലിക്കുമോ എന്ന് ചോദിച്ചു. വരുന്നു പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ കെട്ടഴിച്ചു. പുള്ളിമാൻ ചാടിപ്പോയി. റസൂൽ അവിടെ തന്നെ നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോ പുള്ളിമാനെ തിരിച്ചു വന്നു. തിരുദൂതർ ഇത് ഈ വേട്ടക്കാരനോട് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുപോയി അദ്ദേഹം. വേട്ടക്കാരൻ ആ പുള്ളിമാന്റെ വഴിക്ക് വിട്ടയച്ചു. 3 സംഭവങ്ങൾ പറഞ്ഞു. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തന്നെ മൗലിദിൽ എഴുതി, വഅതാകൽ അഊദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബിയുൻ നുഫൂറു. ഇതിപ്പോ ആ സംഭവം 3 സംഭവം കൂടി കോർത്തിണക്കി. വഅതാകൽ അഊദു എന്ന് പറയുമ്പോൾ ഒട്ടകം കരഞ്ഞു കൊണ്ടുവന്നു എന്നറിഞ്ഞു. അതാക്കൽ ഉഴൂദ് എന്ന് പറയുമ്പോൾ ആ മിമ്പറാണ് ഉദ്ദേശം. അഴൂദ് ഒട്ടകം, ഉഴൂദ് ആ മിമ്പറിന്റെ തടിയാണ് ഉദ്ദേശം. ലബി പുള്ളിമാന്റെ കഥയാണ്. അപ്പൊ നബിയുടെ ജീവിതത്തിൽ വന്ന ഒട്ടേറെ സംഭവങ്ങൾ അത് കവിത രൂപത്തിലാക്കി. അതാണ് നമ്മൾ മൗലിദ്. തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. മൗലിദ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധാരണ വരെയാണ്. തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. നബിയെ പ്രകീർത്തിക്കാതെ പദ്യമായിട്ടാകാം, ഗദ്യമായിട്ടാകാം, രണ്ടും കൂട്ടാം. എല്ലാത്തിനും ഇതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. അള്ളാഹു ആ പ്രവാചകരെ പരിപൂർണമായി സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരു ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ ഇപ്പോ ഒരു മൗലിദ് ഒരു പള്ളി തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പുതിയ ചിന്ത കടന്നുകൂടിയ ആളുകൾ എന്ത് ചെയ്യും? ബാങ്ക് കൊടുത്തതിന് ശേഷം ഓരോ ഒതുക്കത്തെ മൗലൂദാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇറങ്ങിപ്പോ. നിസ്കാരമല്ല അവിടെ വലുത് എന്ന് പറയും. സഹോദര, വളരെ ശ്രദ്ധിക്കണം. ഖൈബറിന്റെ പടക്കളത്തിൽ നിന്ന് നബിയും സ്വഹാബത്തും തിരിച്ചു പോരുമ്പോ വഴിയിൽ ഇവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അതിൽ അലി റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ നിസ്കരിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ നല്ല ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹുവിന്റെ മടിയിൽ നബി തല വെച്ച് കിടക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ അള്ളാന്റെ തിരു തല വെച്ച് കിടക്കണം. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം വളരെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ റസൂൽ മടി കിടക്കാണ്. നബിയെ, ഞാൻ നിസ്കരിച്ചിട്ടില്ല, എഴുന്നേൽക്ക്, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് അനാദരവാകുമോ എന്നുള്ള ഭയം. 2 വിഷയമാണ് ഇവിടെ. ഒന്ന് നിസ്കാരം, മറ്റൊന്ന് നബിയോടുള്ള ആദരവ്. അദ്ദേഹം എന്ത് ചെയ്തു? ആദരവിന് മുൻഗണന കൊടുത്തു. ആര്? ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയായിരുന്ന നായകൻ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഏതിനാ മുൻഗണന കൊടുത്തത്? നബിയോടുള്ള ആദരവിന്. നബിയെ വിളിക്കുക, ഉണർത്തുക, അത് അനാദരവാകുന്നുള്ളത് കൊണ്ട് മിണ്ടിയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നബി എഴുന്നേറ്റ് ചോദിച്ചു, അലി അസ്ർ നിസ്കരിച്ചു? ചോദിച്ചു. ഇല്ല എന്ന്. നിസ്കരിച്ചോളൂ. അസ്തമിക്കാൻ പോകുന്ന സൂര്യന് നബിയുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ്, മുഅ്ജിസത്തുകളാണ്. എന്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ആ കൗസർ കൊണ്ടുള്ളൊരു വിവക്ഷ തന്നെ എന്താ അറിയോ? മുഅ്ജിസത്താ. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് ചന്ദ്രനെ 2ആക്കിയതും അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ തടഞ്ഞു വെച്ചതും. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അവിടെ തടഞ്ഞു വെച്ചു. അലി റളിയല്ലാഹുവിന്റെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് സൂര്യൻ അസ്തമിച്ചതെന്നാണ്
ഒന്ന് കൂട്ടി നോക്കൂ. ഇതിനൊക്കെ അവഗണിക്കുന്ന ആളുകളുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കണം നമ്മൾ. സഹോദര, അവിടെ നിസ്കാരത്തെക്കാൾ നബിയോടുള്ള ആദരവിനാണ് അലി റളിയല്ലാഹു അൻഹു മുൻഗണന കൊടുത്തത്. എന്നാൽ നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു നബി തങ്ങൾ. നബിന്റെ വലുപ്പം ഞാൻ പറയുന്നു. തബൂക്ക് യുദ്ധത്തിന് പോകാൻ അറേഞ്ച്മെന്റുകൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചില സ്വഹാബിമാര് പറഞ്ഞു, വീട്ടിൽ പോയി മാതാപിതാക്കളോടൊന്ന് ചോദിക്കട്ടെ, വീട്ടിൽ പോയി മാതാപിതാക്കളോടൊന്ന് ചോദിക്കട്ടെ, ഒന്ന് മുഷാവറ ചെയ്യട്ടെ, യുദ്ധത്തിന് പോലെ തിരിച്ചു വരുന്ന ഉറപ്പില്ല. അള്ളാഹുവിനായ തിറക്കിയത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. സത്യവിശ്വാസികൾക്ക് അള്ളാന്റെ റസൂൽ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. നബിയുടെ ഭാര്യമാര് മുഅ്മിനീങ്ങൾക്ക് മാതാക്കളാണ്. എന്താ അള്ളാഹു പറയുന്നത്? മാതാപിതാക്കളോട് ചോദിക്കേ. തബൂക്ക് യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നബി പറയുമ്പോ പിന്നെ ഏത് വാപ്പാനോടാ ചോദിക്കുന്നത്? ഏത് ഉമ്മാനോടാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈമാനുണ്ടോ? അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ ഈ നബിയാണ് വലുത്. അള്ളാഹ് പറയാ അഹ്സാബ് സൂറത്തില്. അതുകൊണ്ട് ഒരു ഉമ്മാനോടും വാപ്പനോടും മുശാവറ ചെയ്യാൻ പോണ്ട, നബി പറഞ്ഞാണ് കേട്ടാൽ മതിയും. എന്താ കാരണം? അസ്വാജുഹു ഉമ്മഹാത്തുഹും. നബിന്റെ ഭാര്യമാര് ലോക മുസ്ലിമീങ്ങൾക്ക് മാതാക്കളാണ്. നബിന്റെ ഭാര്യമാര്, നബിയുടെ ഭാര്യമാര് ലോക മുസ്ലിങ്ങൾക്ക് മാതാക്കളാണ്. അപ്പൊ നബിയുടെ ഭാര്യമാര് നമുക്ക് ഉമ്മാരാണെങ്കിൽ ആ ഉമ്മാരെ ഭർത്താവായ നബി നമുക്ക് ആരാണ്? പിതാവാണ്. അപ്പൊ ഒരു വാപ്പാനോട് വീട്ടിൽ പോയി ചോദിക്കേണ്ട ആത്മപിതാവ് ഇതാണ്. അവനാന്റെ ശരീരം അതല്ലേ എല്ലാവർക്കും വലുത്? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു. ഇപ്പൊ വാപ്പിയും മകനും എല്ലാവരും മക്കളും ഒരു കുടുംബം ഒന്നായിട്ട് റോഡിലൂടെ പോവാണ്. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് ഒരു 5 പേളകിയ നായ്ക്കൾ ഒന്നായിട്ട് വന്നു. കോടിക്കോളി നിന്നു. എന്താ ഉണ്ടാവുക? ഓടും, എല്ലാവരും ഓടും. ഈ അങ്ങാടി നിന്നാണ് ഈ പാറാടി റോഡിന് അങ്ങോട്ട് പോയി, ഈ റോഡിന് ഇങ്ങോട്ട് ഓടും. കെട്ടിടത്തിന്റെ മുകൾക്ക് ഒരാളോടും. ബാക്കില് നായല്ലാന്ന് ഉറപ്പായാല് ചിന്തിക്കും, കുഞ്ഞുമോൻ എവിടെ, ബാപ്പു എവിടെ? എന്താ ഈ കുഞ്ഞുമോനും ബാപ്പു ഓടുമ്പോ ആദ്യം ഓർമ്മ വന്നില്ല? അതാണ് സ്വന്തം തടിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ബസ് മറിഞ്ഞു നോക്കട്ടെ, അപകടത്തിൽപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? ഓരോരുത്തരും ഉള്ള വ്യഗ്രത എന്താ? എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തിറങ്ങിയിട്ടാണ് എന്റെ ഒപ്പമുള്ള ആളെവിടെ, ഭാര്യ എവിടെ, എത്ര സ്നേഹം ഉണ്ടെങ്കിൽ. തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ മാറിക്കളി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹ, എന്റെ തലയ്ക്ക് വീണാൽ എന്റെ ഭാര്യ രക്ഷപ്പെടണം. അപ്പൊ ചിന്തിക്കൊരു രണ്ടാൾ 2 ഭാഗത്തേക്ക് മാറും. രക്ഷപ്പെട്ടു എന്നുണ്ട വലിയ വെടായി ഒട്ടിക്കും. അവനാന്റെ ശരീരം വലുതാ. എന്നാ അതിനേക്കാൾ വേണ്ട നബിയോടാന്നാ. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങാണ്. അവൻ നബി എന്താണ്? ഉമറെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, ശരീരത്തെക്കാളും ഇഷ്ടപ്പെടണം. അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ഈമാൻ പൂർണ്ണമായത്. ആ പ്രയോഗം നോക്കിങ്ങൾ. അതുകൊണ്ടാണ് ഗാർ സൗറിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പാമ്പ് കടിച്ചിട്ടും അനങ്ങാതിരുന്നെടുത്തു. പാമ്പൊക്കെ കടിച്ച എത്ര പേടിക്കും? പാമ്പ് കടിക്കാനുള്ള കാരണം എന്താ? ആ പൊത്തിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ട് നബിക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതുകൊണ്ടാണ് സ്വന്തം വിരലേക്ക് കയറ്റിട്ടു. പ്രതീക്ഷിച്ചത് സംഭവിച്ചു. പാമ്പ് കൊത്തി. ഇന്നുണ്ടോ നബിയെ വിളിച്ചിട്ടുണ്ട് പാമ്പ് കടിച്ചു ഒച്ചപ്പാടാക്കിയോ? ഇല്ല. അനങ്ങാതെ ഇരുന്ന് കൊടുത്തത് അനാദരവാകുന്നു കരുതിയിട്ടാണ്. ആദരവിന് എതിര് വരരുത്. നബിനെ സ്വന്തം ശരീരത്തെക്കാണ് സ്നേഹിച്ചു. അതിന് നബി ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുത്തും ചെയ്തു. മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞിട്ട് ഒരഭിപ്രായ പ്രകാരം നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് പാമ്പ് കടിച്ചവരെ നബിതങ്ങൾ അറിയുന്നത്. അതുവരെ വേദന സഹിച്ചിരുന്നു എന്നാ. കാല് നീല കളറായിരുന്നു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാല്. വിഷബാധ ഏറ്റിട്ട് റസൂലിന് സങ്കടം വന്നു. എന്തൊരു സ്നേഹ! അതിലാ റസൂൽ ദ്വാരുന്നതാ, നാളെ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോഴും സ്വർഗത്തിനും എന്റെ ഏറ്റവും അടുത്ത് നിൽക്കാൻ എന്റെ അബൂബക്കറിന് അവസരം കൊടുക്കണമെന്ന് പുണ്യനബി ദ്വാരുന്നതാ. അതിന് പകരം കൊടുത്താണ് ജീവൻ പണയം വെച്ച് റസൂലിനെ സ്നേഹിച്ചു. എടവതിൽ ചില്ലാനും വെട്ടുകളേറ്റു. മുഴുവൻ നബിക്ക് നേരെ വരുന്ന തടഞ്ഞതാ. വിരല് തെറിച്ചു പോയിട്ട് മൂപ്പര് മാറിയില്ല. നബിക്കൊന്നും വരരുത് എന്നുള്ളത്. ഖത്താദ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തപ്പോൾ റസൂലുള്ളാഹിന്റെ നേരെ തൊടുത്തുവിട്ട അമ്പ് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയപ്പോ അത് തറച്ചത് കണ്ണിലായിരുന്നു. ഖത്താദ റളിയല്ലാഹുവിന്റെ കണ്ണ് തെറിച്ചു പോയിട്ടും അനങ്ങിയില്ല. യുദ്ധം കഴിഞ്ഞിട്ട് ആ കണ്ണെടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നടത്തും നബിക്ക്. അപ്പൊ എന്താ സ്നേഹം! ഹുബൈബ് റളിയല്ലാഹു അൻഹു
തനഈമിൽ തൂക്കിലേറ്റപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം എന്തായിരുന്നു? 2 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആഗ്രഹം എന്താ? നബിക്കൊരു സലാം പറയണം. പക്ഷെ ആ സലാം കൊടുത്തേക്കാൻ ഒരാളെയും കാണുന്നില്ല. തൂക്കുമരത്തിൽ കഴുത്തിൽ കയറ് വീഴുന്ന സമയത്ത് അദ്ദേഹം ഉറക്കെ പറഞ്ഞെന്താ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 400-ലധികം കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ കിടക്കുന്ന നബി തങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. മദീനയിൽ പ്രസംഗിക്കാൻ നബി പ്രസംഗത്തിന്റെ അടി പറഞ്ഞു. എന്താ കാരണം? ആ സ്നേഹം കാനുള്ള ആ ബന്ധാണ്. മൊബൈൽ ഇല്ലാതെ അള്ളാഹുവിനെ എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ മാധ്യമം അള്ളാഹ്ക്ക് വേണ്ടല്ലോ എത്തിച്ചു കൊടുക്കാൻ. അവരൊക്കെ എത്രമാത്രം റസൂലിനെ സ്നേഹിച്ചു. സൗബാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. സൗബാൻ നബിയുടെ അരികെ വന്ന് വല്ലാതെ കരയാം. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ സൗബാനെ താങ്കൾ ഇത്ര കരയിപ്പിച്ച കാര്യം എന്താ? അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? എനിക്ക് എപ്പോഴും അങ്ങയെ കാണണം. അപ്പൊ ഞാൻ സാഹസിലിരുന്നാൽ അങ്ങയെ നോക്കിയിരിക്കും. സാഹസ് വിട്ടി വിരിഞ്ഞു പോയി വീട്ടിൽ പോയാലും ഇങ്ങോട്ടന്നെ വരും. പക്ഷെ ഞാനിപ്പോ കരയാനുള്ള കാരണം, നബിയെ അങ്ങേക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുമ്പോ എനിക്കത്ര സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം വസീലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം, അത് നബിക്കാ. അപ്പൊ നാളെ അങ്ങയെ സ്വർഗത്തിൽ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കട, ആ ആശങ്കയാണ് കരയാൻ കാരണം. ഈ പ്രവാചക സ്നേഹി ഇത് പറയുമ്പോൾ നബി തങ്ങൾ ഒരല്പം ഉണ്ടായിരുന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ഓതിക്കൊടുത്തു. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അമ്പിയാക്കളോടൊപ്പമാണ് എന്ന വചനം ഇറങ്ങി നമുക്ക് നാളെ അവിടുന്ന് കാണാന്ന് പറഞ്ഞിട്ടാണ് ആ സ്വഹാബി കരച്ചിൽ നിർത്തിയതെന്നാണ്. അപ്പോ ഇത് സുന്നത്തെടുത്താൽ മാത്രം പോരാ, ഉള്ളിന്റെ ഉള്ളിൽ നബിയോടുള്ള സ്നേഹം. ഇന്ന് സിനിമാ നടന്മാരെയും സ്പോർട്സ് താരങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ മനസ്സിൽ കൊണ്ടെടുക്കുന്നവരുണ്ടല്ലോ, അവരുടെ വേഷഭൂഷാദികൾ സ്വീകരിക്കുന്നവരുണ്ടല്ലോ. അവർ മുടി വെട്ടിയതുപോലെ മുടി വെട്ടാൻ, അവർ വസ്ത്രം ധരിച്ചതുപോലെ വസ്ത്രം ധരിക്കാൻ, അവരുടെ വസ്ത്രത്തിന് എത്ര ടൈറ്റ് ഉണ്ട് അതേ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ, അവർ ചെയ്യുന്ന ചീർപ്പ്, അവർ തേക്കുന്ന സോപ്പ്, അവർ ഉപയോഗിക്കുന്ന ക്രീം, ഇതൊക്കെ ഉപയോഗിച്ച് അവരെ അന്ധമായിട്ട് പിന്തുടരാണ്. വർത്തമാനം പോലും സിനിമാ നടന്മാര് പറയുന്നത് പോലെ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലാണ് നേരത്തെ റൊണാൾഡോയുടെ ആ പല്ലിന്റെ ഇടയിലുള്ള വിടവ് മലപ്പുറത്തൊരു മാപ്പിള ചക്കനുണ്ടാക്കി. പിരാന്ത്, പെരുമ്പ്രാന്ത്, കുതിരവട്ടൊന്നും മതിയാവില്ല. അനുകരണം നോക്കണം. ആരെ പിൻപറ്റുന്നത്? എന്ത് വന്നാലും അതിന്റെ പിന്നില് എന്നാ അനുകരിക്കേണ്ടത്, മത്സരിക്കേണ്ടത് നബിയെ പിൻപറ്റുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ്. എന്നാ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു താല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് സമയം വൈകുന്നുള്ളതോടെ നിർത്തപ്പോൾ കുറെ ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട് സമയം, അതുകൊണ്ട് കുറച്ചെണ്ണം നീട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാനുള്ളത് ഖല്ലാ വൽ ഖമർ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇനി പറയാൻ പോകുന്നത് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്ന ആളുകളോട് വലതുപക്ഷക്കാർ, സ്വർഗാവകാശികൾ, നിങ്ങൾ എന്തേ സഖറിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സഖറിൽ എത്താൻ കാരണമായി ചില കാര്യങ്ങൾ ഓല് എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പിന്നെ ഒരു 250 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹനീഫ ഖാന്റെ ഉമ്മ മരണപ്പെട്ടു, അവരുടെ പേരിൽ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. ദുആ ചെയ്യാനാണെന്ന് ചായയും കടിയൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ദുആ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ലാസ്റ്റ് രോഗം കൊടുക്കുന്നതാണ്. നമുക്ക് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അല്പം രോഗം ഉണ്ടായാൽ നമുക്ക് അതുകൊണ്ടുള്ള നേട്ടം മാനസികമായിട്ടൊന്ന് ഒരുങ്ങാനുള്ള ടൈം കിട്ടും. മാത്രമല്ല പാപങ്ങൾ പൊറുക്കാനും പദവി കൂടാനും കാരണമാകുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ രോഗം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ചില സ്വഹാബിമാര് രോഗം ഉണ്ടാകാൻ ദുആ ചെയ്തിരുന്നു എന്ന ഒരേ ഈമാനം കൊണ്ടാണ്, നമുക്കിനി കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം രോഗം ഉണ്ടായിട്ടാണ് പോയത്. അള്ളാഹു അവരുടെ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കളുണ്ട്. അള്ളാഹു തആല പ്രയാസപ്പെടുന്ന അവസ്ഥയെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാവട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على